ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയല്ലേ. അപ്പോൾ നമ്മുടെ മക്കളുടെ ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലൊക്കെ അവരുടെ തന്നെ ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ നെയിം സ്ലിപ്പുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അത്യാവശ്യം ഒരു മൊബൈലൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് തന്നെ ഇത്തരത്തിൽ അവരുടെ മക്കളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് നമുക്ക് നെയിം സ്ലിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിവിടെ ഈ നെയിം സ്ലിപ്പുകൾ ഉണ്ടാക്കുന്നത് ക്യാൻവ എന്നൊരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾ ക്യാൻവയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ക്യാൻവ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് അതിൽ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ കാണുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വിൻഡോ നിങ്ങൾ ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ക്യാൻവയുടെ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു സെർച്ച് ബാറിൽ നെയിം സ്ലിപ്പ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് സജസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെംപ്ലേറ്റുകൾ നമുക്ക് അവിടെ കാണാം. അപ്പോൾ അവിടെ കാണുന്ന സീ ഓൾ എന്ന് പറഞ്ഞൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മോഡൽ നെയിം സ്ലിപ്പുകളുടെ ടെംപ്ലേറ്റ്സ് നമുക്കവിടെ വന്നിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒരു മോഡലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ക്ലിക്ക് ചെയ്ത മോഡൽ നമ്മുടെ സ്ക്രീനിലേക്ക് അവിടെ ലോഡായി വന്നതായിട്ട് കാണാം. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഫോട്ടോയ്ക്ക് പകരം ഒരു കാർട്ടൂൺ ഇമേജ് ആണുള്ളത്. നമുക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങോട്ടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. ആ ഒബ്ജക്റ്റിനെ എങ്ങോട്ടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. നമുക്കതിൻ്റെ 4 കോർണറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടുക, കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ കഴിയും. എന്നിട്ട് തൊട്ട് മുകളിൽ കാണുന്ന ആ ഒരു ഡിലീറ്റ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാർട്ടൂൺ ഇമേജ് അവിടെ നിന്ന് പോയതായിട്ട് കാണാം. അതിനുശേഷം നമ്മുടെ ഈ സ്ക്രീൻ ഒന്ന് മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ സെർച്ച് ബാറിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്നൊന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ബട്ടൺ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിലാദ്യം കാണുന്ന remove.bg എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമുക്കവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇതിൽ അപ്ലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ മക്കളുടെ ഫോട്ടോ, ഏത് ഫോട്ടോ ആണോ നിങ്ങൾക്ക് നെയിം സ്ലിപ്പിൽ ആഡ് ചെയ്യേണ്ടത്, ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഗാലറിയിൽ നിന്നും. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഫോട്ടോ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഫോട്ടോ അവിടെ അപ്ലോഡായിട്ട് വന്നതായിട്ട് കാണാം. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം തന്നെ റിമൂവ് ആയിട്ട് ആ ഒരു ഫോട്ടോ മാത്രമായിട്ട് അവിടെ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് പോയിട്ട് ആ ഫോട്ടോ മാത്രമായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇനി താഴെ കാണുന്ന ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഫോട്ടോ നമ്മുടെ ഫോണിലേക്ക് തന്നെ സേവ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും ക്യാൻവയിലേക്ക് തന്നെ വരിക. ആ ക്യാൻവയിലേക്ക് വന്നതിന് ശേഷം താഴെ കാണുന്ന ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഗാലറി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ അവിടെ നമുക്ക് ആദ്യം തന്നെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കവിടെ കാണാം ആ ഒരു ഫോട്ടോ അങ്ങോട്ടേക്ക് വന്നതായിട്ട് കാണാം. ഇനി അതിന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ, ആ കാർട്ടൂൺ ഇമേജിന് ചെയ്ത പോലെ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ഇവിടുന്ന് വളരെ സിമ്പിളായിട്ട് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇനി ആ ഇമേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കുറച്ച് മെനൂസ് കാണാം. അതൊന്ന് വലത്തോട്ടേക്ക് നീക്കിക്കഴിഞ്ഞാൽ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ക്രോപ്പ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇമേജ് നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗത്തേക്ക് നമുക്ക് ആ ഫോട്ടോനെ ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് അത്തരത്തിൽ ക്രോപ്പ് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് ആ ഇമേജ് എങ്ങനെയാണോ വെക്കേണ്ടത് ആ ഒരു രീതിയിലേക്ക് നമുക്കതിനെ സെലക്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു നെയിം സ്ലിപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജിലുള്ള കുട്ടി ലെഫ്റ്റ് സൈഡിലേക്കാണ് നോക്കിയിരിക്കുന്നത്. അതൊന്നുകൂടി റൈറ്റ് സൈഡിലേക്കാണ് നോക്കിയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആ നെയിം സ്ലിപ്പിനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. ശ്രദ്ധിക്കുക, ആ ഇമേജിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ സെലക്ഷനിൽ വെച്ചതിന് ശേഷം താഴെ നമുക്ക് കാണുന്ന ഓപ്ഷനിൽ കുറച്ചൊന്ന് വലത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറുന്നതായിട്ട് കാണാം. ഇനി അതിനെ നമുക്ക് വീണ്ടും കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നെയിം എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കുട്ടിയുടെ പേരൊക്കെ ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് താഴെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ വരുന്ന വിൻഡോയിൽ ആഡ് എ സബ് ഹെഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ആഡ് എ സബ് ഹെഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നായിട്ട് കാണാം. ഇനി ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കീബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ടെക്സ്റ്റാണോ വേണ്ടത് ആ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് സൂം ചെയ്തിട്ടൊക്കെ നമുക്ക് നോക്കാം. സൂം ചെയ്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് ആ നെയിമിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പൊസിഷൻ ചെയ്ത് വെക്കാം. പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ പേരിൽ സെലക്ഷൻ വെച്ചതിന് ശേഷം മുകളിൽ കാണുന്ന ചെറിയ 3 ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വീണ്ടും ഒരു കോപ്പി കിട്ടും. ഇനി അത് ക്ലാസ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നമുക്ക് മൂവ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കീബോർഡ് ഉപയോഗിച്ചിട്ട് തന്നെ ക്ലാസ്സിൻ്റെ ഏത് ക്ലാസ്സിലാണെന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നേരത്തെ ചെയ്ത പോലെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് കൊടുക്കാം. അതിനുശേഷം സ്കൂളിൻ്റെ പേരൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സബ്ജക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഞാൻ സബ്ജക്റ്റ് കൊടുക്കുന്നില്ല, കാരണം നമുക്ക് സബ്ജക്റ്റുകൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ബാക്കിയുള്ള 3 കാര്യങ്ങളും സെയിം ആയതുകൊണ്ടാണ് ഞാൻ അത് 3 കൊടുത്തിട്ട് സബ്ജക്റ്റ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്ജക്റ്റും കൊടുക്കാം. ഇനി നമുക്കതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളറോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ ഇഷ്ടപ്പെട്ട കളറിലേക്ക് മാറ്റിയെടുക്കാം. ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന കളർ ഓപ്ഷനിൽ മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാം. ഇവിടെ ഞാൻ ആദ്യത്തെ ആ ബ്രൗൺ കളർ തന്നെയാണ് വെച്ചത്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഭംഗിയാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ എലമെൻ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ നമുക്ക് എന്താണോ വേണ്ടത് അതിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ബലൂൺസിന് വേണ്ടിയിട്ട് ബലൂൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമുക്കവിടെ കുറേ ബലൂണുകളുടെ മോഡൽ കാണാം. ഇതിൽ ചിലതൊക്കെ പെയ്ഡ് വേർഷനിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു മോഡൽ ബലൂൺ എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഇതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ എവിടെ വേണമെങ്കിലും നമുക്ക് പൊസിഷൻ ചെയ്ത് വെക്കാം. അത് നമുക്ക് ഇത്തരത്തിൽ കോപ്പിയോ പേസ്റ്റൊക്കെ ചെയ്തിട്ട് ഒരു ബലൂൺ തന്നെ ഒരുപാട് എണ്ണമൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ വീണ്ടും ഇവിടെ എലമെൻറ്റിൽ വന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കിഡ്സ് എന്ന് ടൈപ്പ് ചെയ്യണം. കിഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെയുള്ള പല പല മോഡൽ കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കിട്ടും. ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ബാനർ പോലത്തെ ഒരു തൂക്കിയിടുന്ന ടൈപ്പിലുള്ളൊരു ക്ലിപ്പാർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, സൈസുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കതിന് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും നമുക്കവിടെ കാണാം. നമുക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നെയിം സ്ലിപ്പുകൾ പല മോഡലുകളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സേവ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് മുകൾ ഭാഗത്ത് കാണുന്ന ഒരു ആരോ പോലുള്ളൊരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫയലിൻ്റെ ടൈപ്പ് അവിടെ ചോദിക്കുന്നുണ്ടാവും. നമ്മളവിടെ ജസ്റ്റ് PNG കൊടുത്തതിന് ശേഷം ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജ് നമ്മുടെ ഫോണിലേക്ക് സേവ് ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഈ കാണുന്ന വിൻഡോസൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്രിൻ്റ് ചെയ്തെടുക്കണം. നമുക്ക് സ്റ്റിക്കർ പേപ്പറിലേക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടായിട്ട് നമുക്ക് എടുക്കാം. അതിനായിട്ട് നമുക്ക് നിങ്ങളുടെയൊക്കെ ടൗണുകളിൽ തന്നെ നോക്കിയാൽ കാണാം, അവിടെ ലേസർ പ്രിൻറ്റിങ്ങിൻ്റെ ചെയ്യുന്നൊക്കെ ഷോപ്പുകളുണ്ടാവും. ആ ഒരു ഷോപ്പിൽ നമുക്ക് ഈ ഒരു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 രൂപ 35 രൂപക്കൊക്കെ അത്യാവശ്യം വലിയൊരു ഷീറ്റ്, ഒരു A3 ഷീറ്റ് തന്നെ നിങ്ങൾക്ക് ലേസർ പ്രിൻ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റിക്കർ ചെയ്തെടുക്കാൻ പറ്റും. A3 സൈസ് എന്ന് പറയുമ്പോൾ 2 A4 ഷീറ്റുകൾ ഒന്നിച്ച് വെച്ചൊരു സൈസാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരൊറ്റ ഷീറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നെയിം സ്ലിപ്പുകൾ നിങ്ങൾക്ക് ഇതുപോലെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 30-35 രൂപ മാത്രമേ നമുക്കിതിന് ചിലവ് വരുന്നുള്ളൂ. നമ്മൾ തന്നെ ഈ ഒരു ഫയലിനെ A3 ഫയലിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ A3 സൈസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പ്രിൻറ്റിങ് ചാർജ് മാത്രമേ വരുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ഇമേജ് കൊടുത്തിട്ട് ഇതിന് A3 കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് പറയുകയാണെങ്കിൽ അതിന് അഡീഷണൽ ചാർജസ് ഒക്കെ ആ സ്റ്റുഡിയോ ചിലപ്പോൾ ഈടാക്കും. ഇനി ഈ ഒരു ഫയലിനെ എങ്ങനെയാണ് നമുക്ക് A3 ഒരു ഫയലിലേക്ക് നമുക്ക് ഒരുപാടെണ്ണമായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് സ്റ്റുഡിയോയിൽ കൊടുത്താൽ മതി, അവർ അതിലേക്ക് സെറ്റ് ചെയ്ത് തരും. ഇനി നമ്മുടെ ക്യാൻവയുടെ മുകൾ ഭാഗത്ത് കാണുന്ന ലെഫ്റ്റിലായിട്ട് കാണുന്ന ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് എ ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന കസ്റ്റം സൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ വിഡ്ത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ നമ്മൾ വിഡ്ത്ത് 18ഉം ഹൈറ്റ് 12ഉം കൊടുക്കുക. തൊട്ടപ്പുറത്ത് പിക്സൽ എന്നായിരിക്കും PX കാണിക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇഞ്ചസ് ആക്കുക. അതാണ് IN എന്ന് കാണിക്കുന്നത്. അപ്പോൾ INലേക്ക് മാറ്റിയതിന് ശേഷം വിഡ്ത്ത് 18ഉം ഹൈറ്റ് 12ഉം ആക്കിയിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. 18x12 ആണ് നമ്മുടെ A3 സൈസ് വരുന്നത്. അത് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ ഗാലറിയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തിരിക്കുന്ന നെയിം സ്ലിപ്പ് നമുക്കവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഇമേജ് അതിലേക്ക് വന്നതായിട്ട് കാണാം. ശ്രദ്ധിക്കുക, 2 A4 ഷീറ്റ് ഒന്നിച്ച് വെച്ചൊരു സൈസാണ് കാണുന്നത്. അപ്പോൾ നമുക്കതിനെ റീസൈസ് ചെയ്തിട്ട് വളരെ ചെറുതാക്കിക്കൊണ്ട് നമുക്കൊരെണ്ണം ഒരു മൂലക്കൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്ത് വെക്കാം. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ കോപ്പി പേസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും പേസ്റ്റ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം, ആ ഒരു പേജ് മൊത്തം നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അറിയും എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ എണ്ണം പേസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ 1 by 1 ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫയൽ മൊത്തം നമ്മൾ നെയിം സ്ലിപ്പ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആ മൾട്ടിപ്പിൾ സെലക്ഷനാണ് കാണിക്കുന്നത്. ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന സെലക്ട് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ കാണുന്ന എല്ലാത്തിലും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര എണ്ണം സെലക്ട് ചെയ്തോ അത്ര എണ്ണം നമുക്ക് ഒന്നിച്ച് വന്നതായിട്ട് കാണാം. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, മൾട്ടിപ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ എണ്ണം നമുക്ക് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇത് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് തന്നെ സമയമെടുത്ത് ചെയ്യണം. ഓരോരോ ഇമേജുകൾ വെക്കും തോറും അത് കറക്റ്റ് അലൈൻമെൻറ്റിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ഇമേജുകളും കറക്റ്റായിട്ട് തന്നെ അടുക്കി വെച്ചതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു A3 സൈസിലേക്കുള്ള ഒരു പേപ്പറിലേക്ക് കംപ്ലീറ്റ് തന്നെ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സേവ് ചെയ്തെടുക്കണം. ഞാനിവിടെ സേവ് ചെയ്യുന്നത് PDF ഫോർമാറ്റിലായിട്ടാണ്. അതിനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിൽ കാണുന്ന ആ ഒരു മുകളിലോട്ടുള്ള ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ടൈപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കവിടെ PDF പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ PDF പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് ആ ഒരു A3 സൈസിലുള്ള ആ ഒരു നെയിം സ്ലിപ്പിൻ്റെ ആ ഒരു വലിയ ഫയൽ നമുക്ക് PDF ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും. ഇനി ആ ഒരു ഫയൽ എടുത്തിട്ട് നമുക്ക് ഈ ലേസർ പ്രിൻറ്റ് ചെയ്യുന്ന സ്റ്റുഡിയോയിലോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു PDF ഫയൽ വാട്സപ്പായിട്ടോ മെയിലായിട്ടോ അയച്ചു കഴിഞ്ഞാൽ അവരത് നമുക്കൊരു ഏകദേശം 30-35 രൂപക്ക് ആ ഒരു സ്റ്റിക്കർ പേപ്പറിൽ നമുക്കത് പ്രിൻറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ പല രീതിയിൽ പല മോഡലുകളിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നെയിം സ്ലിപ്പുകളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കൂടാതെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye.